ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. നമ്മളുടെ വീടുകളിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചു. ഞാനൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കറുകപ്പട്ട കഷ്ണം ഇട്ട് കൊടുത്തു. 2 ഏലക്കായ മുഴുവനായിട്ട്, അതേപോലെ തന്നെ 3-4 കരയാമ്പൂവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ടാണ് നമ്മൾ ഒരു സബോള അരിഞ്ഞതാണ്. ഒരു വലിയ സബോളയാണ് അരിഞ്ഞത്. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി 2-3 നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേമാതിരി അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാകുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതൊന്ന് ചുവന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബോള വേഗം തന്നെ വഴണ്ട് കിട്ടും. ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനിയാണ് പച്ചമുളക്. ഞാനൊരു 4 പച്ചമുളക് ഇതിൽ കീറിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. എരിവിൻ്റെ അനുസരിച്ച് ഇതേമാതിരി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനധികം സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് ചുവന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ച് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് 1 ടീസ്പൂൺ ഇഞ്ചിയും അരച്ചതാണ്. അതും നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇഞ്ചി അരച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയാണ് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതേ പരുവത്തിൽ ചുവന്ന് വന്നിട്ടുണ്ട്. 1 ടീസ്പൂണ് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ച പൊടികളാണ്. നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റെസിപ്പി കൂടുതൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയാണ് ഗരം മസാല. ഒരു 1-1.5 ടീസ്പൂണ് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് തക്കാളി. 2 തക്കാളി. ഞാൻ ആപ്പിൾ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയൊന്നും ഉണ്ടാവില്ല. ചെറുതായി അരിഞ്ഞതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലൊരു പരുവത്തിൽ ആക്കിയെടുക്കും. ഞാനിതിലധികം ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതേമാതിരി ഇളക്കി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ചൊറുക്കയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൊറുക്ക നമുക്ക് നല്ല ഒരു നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു മയം കിട്ടും. ഇനിയാണ് വേപ്പില തണ്ട്. നമുക്ക് ആവശ്യം പോലെ ഇടാം. ഞാനൊരു തണ്ട് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഉടഞ്ഞ് ഒരു പരുവായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. ഇനിയാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ചിക്കനാണ്. അതേപോലെ തന്നെ തേങ്ങാപ്പാലും അതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഇതിനെ നന്നായിട്ട് ഇളക്കി അടപ്പ് വെച്ച് വേവിക്കണം. എല്ലാവരും നമ്മൾ പറക്കിയിട്ടു. ഇനി ഇതേമാതിരി നമ്മുടെ മസാല കൂട്ടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് തേങ്ങാപ്പാൽ ചെറിയൊരു ചാറിന് വേണ്ടിയിട്ടാണ്. ഫ്രൈ പോലെ ആക്കിയെടുക്കുന്നവർക്ക്, റോസ്റ്റ് പോലെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. പാല് ഒഴിക്കുന്നത് കുറച്ച് ഒരു ചാറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും അപ്പോ പൊറോട്ടയോ ചപ്പാത്തി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ. ഇത് ബാച്ചിലേഴ്സാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി തന്നെ ഫ്രൈ ആക്കി ചെറിയൊരു ചാറോട് കൂടി എടുത്ത് കഴിച്ചാലും മതിയാവും. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നമുക്ക് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ 2 മിനിറ്റ് നേരം നമുക്ക് ഈ അടപ്പൊന്ന് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ വേറെ വീഡിയോകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ലഞ്ച്, അങ്ങനെ നിരവധിയായ വീഡിയോകളുണ്ട്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.